നമ്മുടെ പ്രധാനപ്പെട്ട വികസനം എങ്ങനെയായിരിക്കണം? വലിയ പാലം, തോട് അതൊക്കെ വേണം. പക്ഷേ കൃഷി, വ്യവസായം, ഇപ്പം നമ്മുടെ കുന്നുകര, നമ്മുടെ ഫുഡ് പ്രോസസ്സിംഗ് പാർക്ക്, അത് ഭൂമി ഏറ്റെടുക്കലാണെങ്കിൽ 2-3 കൊല്ലം കൂടി പോയേനെ. പക്ഷെ അവർ നെഗോഷ്യബിൾ പർച്ചേസിന് തയ്യാറായി. ഇപ്പോൾ സർക്കാരിൻ്റെ ഒരു പുതിയ ഉത്തരവുണ്ട്. ഭൂമി ഏറ്റെടുക്കുമ്പോൾ 1-2 കൊല്ലം എടുക്കുമല്ലോ നടപടിക്രമങ്ങൾക്ക്. ആദ്യം നോട്ടിഫൈ ചെയ്യണം, സർവേ നമ്പർ നോട്ടിഫൈ ചെയ്യണം, പിന്നെ പബ്ലിക് ഹിയറിംഗ്, പിന്നെ സോഷ്യൽ ഇമ്പാക്ട് സ്റ്റഡി, അത് കഴിഞ്ഞ് മൂല്യനിർണ്ണയം, പിന്നെ അതിനുശേഷം ഹിയറിംഗ്. അതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും 1-1.5 കൊല്ലം ഏറ്റവും ചുരുങ്ങിയത് എടുക്കും. പക്ഷെ അവർ നെഗോഷ്യബിൾ പർച്ചേസ് എന്ന് പറഞ്ഞാൽ ഫെയർ വാല്യൂ പ്ലസ് 50% അപ്പം തന്നെ കൊടുക്കും. അത് സമ്മതിക്കുകയാണെങ്കിൽ അന്ന് തന്നെ രജിസ്റ്റർ ചെയ്ത് ഗവൺമെൻറ് വാങ്ങിക്കാം. അതിപ്പോൾ ഇവർ അതിന് സന്നദ്ധമായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ജില്ലാതല കമ്മിറ്റി അംഗീകരിച്ചു. മിക്കവാറും നമുക്ക് ഈ മാസത്തിൽ തന്നെ ഭൂമി കൈമാറ്റം കുന്നുകര ഫുഡ് പ്രോസസ്സിംഗ് പാർക്കിന് കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കോട്ടപ്പുറം പാലം 5 കോടി പറഞ്ഞു, 15ആയി, ഇപ്പം ഏറ്റവും 37 ആയിരുന്നു. ഏറ്റവും ഒടുവിൽ സ്ഥലത്തിൻ്റെ വിലയെല്ലാം നിർണ്ണയിച്ചു വന്നപ്പോൾ 42 കോടി വരും ഈ പാലത്തിന്. അതിൽ ഒരാളൊഴികെ എല്ലാവരും നെഗോഷ്യബിൾ പർച്ചേസിന് തയ്യാറായിരുന്നു. പക്ഷെ ഒരാൾ പുറത്തുള്ള ആളാണ്. പുള്ളിക്ക് പതുക്കെയായാലും മതി, നിയമപ്രകാരം എടുക്കട്ടെ എന്ന മട്ടാണ് ഉള്ളത്. നെഗോഷ്യബിൾ പർച്ചേസ് ആയിരുന്നെങ്കിൽ നമുക്കിപ്പോൾ ടെൻഡർ വിളിക്കാമായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും ഭൂവുടമകളുടെ യോഗം ഒന്നുകൂടി വിളിക്കുന്നുണ്ട്. പിന്നെ ഭൂമി ഏറ്റെടുക്കുന്നതാണെങ്കിലും അതിനകത്ത് അഡ്വാൻസ് പൊസഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഭൂമി ഏറ്റെടുക്കാൻ പോകും, അതിന് നഷ്ടപരിഹാരത്തിൽ കിട്ടും. ആ കിട്ടുന്നത് കണക്കാക്കി കഴിഞ്ഞാൽ പിന്നെ സ്ഥലം വേണമെങ്കിൽ പൈസ കിട്ടുന്നതിന് മുമ്പ് കൈമാറാം, ഉപയോഗിക്കാൻ, ഉടമസ്ഥയല്ല. എത്ര വൈകുന്നോ അതിനെല്ലാം 9 മുതൽ 12% വരെ പലിശ കിട്ടും. അപ്പോൾ ശരിക്കും ഭൂവുടമയ്ക്ക് നഷ്ടമൊന്നുമില്ല. നാടിനും ഗുണം എന്താണെന്ന് വെച്ചാൽ നേരത്തെ നമുക്ക് ഈ പണിയൊക്കെ തുടങ്ങാൻ പറ്റും. അത് കോട്ടപ്പുറത്തിൻ്റെ ഭൂവുടമകൾ ഒരിക്കൽ കൂടി വിളിക്കുന്നുണ്ട്. അവരതിന് സന്നദ്ധമാണെങ്കിൽ ആ കാര്യത്തിന് നമുക്ക് ബാക്കി ടെൻഡർ നടപടികളുടേതായ പ്രൊസീഡിങ്, ഭൂമി ഉപയോഗാവകാശത്തിലേക്ക് പോകാൻ കഴിയും. ഇത് തന്നെയാണ് അയിരൂർ പാലം. 60 വർഷത്തെ പഴക്കമുണ്ട്. അതും അവസാനം ഇങ്ങനെ ആകില്ല എന്ന മട്ടിൽ നിൽക്കുകയാണ് ഉടമകൾ നെഗോഷ്യബിൾ പർച്ചേസ് സമ്മതിക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ തന്നെ അതിൻ്റെയും നിർമ്മാണം തുടങ്ങാനായിട്ട് കഴിയും. നമ്മുടെ കുടിവെള്ള പദ്ധതി വേഗതയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പണി കഴിഞ്ഞിട്ട് റോഡ് ഇപ്പോഴേ പൊളിച്ചിടണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള ഇപ്പോഴേ പൊളിച്ചിട്ട് കഴിഞ്ഞാൽ അതായിരിക്കും അധികം പ്രശ്നം പറഞ്ഞത്. ഇവിടെ മെമ്പറിനൊക്കെ ജോലിയാവും. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് പതുക്കെ മതി എന്ന മട്ടിലാണ് അത് എടുത്തിട്ട്. പക്ഷെ പണി നന്നായി പോകുന്നുണ്ട്. ഇത് 2022 നമ്മൾ സ്ഥലം ഏറ്റെടുത്തത്. 2017 ബജറ്റ് പ്രഖ്യാപിച്ച പദ്ധതിയാണ്. അന്ന് കരുമാലൂരിനെ പ്രഖ്യാപിച്ചു. കുന്നുകരയിലാണ് വെള്ളമെടുക്കണമെങ്കിലും കുന്നുകരയ്ക്ക് ഉണ്ടായില്ല. പിന്നെ അത് കുന്നുകര കരുമാലൂർ പദ്ധതിയായിട്ട് മാറി. പിന്നീടാണ് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം എല്ലാ പദ്ധതികളും വിലയിരുത്തുന്ന കൂട്ടത്തിൽ ഇത് വിലയിരുത്തിയിട്ടാണ് 2 കോടി ലിറ്റർ ഒരു ദിവസം, 1,20,00,000 കരുമാലൂരിനും 80,00,000 കുന്നുകരയ്ക്കും 50 വർഷത്തെ ആവശ്യം കണ്ടിട്ടുള്ള പദ്ധതി അംഗീകരിച്ചു. നമ്മൾ 22 ഡിസംബറിൽ സ്ഥലം ഏറ്റെടുത്തു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ 3 കമ്പോണൻ്റായി ടെൻഡർ ചെയ്തു. അതിവേഗത്തിൽ നടക്കുകയാണ്. അപ്പോൾ അത് കൂടി വന്നാൽ പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ അടിസ്ഥാന പ്രശ്നത്തിന് പരിഹാരമാവും. മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകുമില്ല. എന്തായാലും ഇതിന് ഈ കൃഷി ഏറ്റവും മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന, ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അതെല്ലാം നേരിട്ട് കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന നമ്മുടെ ബിജു നാരായണനോ അല്ലേ, സെക്രട്ടറി, പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള എല്ലാവരും ഉണ്ട്, അംഗങ്ങൾ, കർഷകർ, എല്ലാവരെയും ഞാൻ ഗവൺമെൻറ്റിന് വേണ്ടി പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ കൃഷി ഓഫീസർ നന്നായി കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ടെന്ന് നിങ്ങൾ അനുഭവസ്ഥർ തന്നെ പറഞ്ഞു. അതാണ് പ്രധാനം. നമ്മളെക്കുറിച്ച് പറയുന്നതിനേക്കാൾ പ്രധാനം മറ്റുള്ളവരെങ്ങനെ വിലയിരുത്തുന്നു, അത് പ്രധാനപ്പെട്ടതാണ്. അതിൽ നന്നായി ഇനിയും കൊണ്ടുപോകാൻ കഴിയട്ടെ, അതിനുള്ള അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. പഞ്ചായത്ത്, അതുപോലെ തന്നെ സഹകരണ ബാങ്ക്, എല്ലാവരും ഇത്തരം കാര്യങ്ങളിലൊന്നും വേറെ ഏത് പാർട്ടി ഏത് മുന്നണിയൊന്നുമില്ല. നെല്ലിന് പ്രത്യേകിച്ച് വോട്ടില്ല, അത് കക്ഷി രാഷ്ട്രീയം ഇല്ല. അപ്പോൾ നന്നായി കർഷകന് വരുമാനം ഉണ്ടാകുക എന്നുള്ളതാണ് പ്രധാനം. രാഷ്ട്രീയം പിന്നെ ആ സമയത്ത് വരുന്ന കാര്യങ്ങളാണ്. അത്തരം കാര്യങ്ങളിലെല്ലാം ഒന്നിച്ച് നിൽക്കുന്നതിന് നമുക്ക് കഴിയണം. അതുപോലെ വിജയൻ നയിക്കുന്ന നമ്മുടെ ശ്രീകുമാറൊക്കെ ഉള്ള നമ്മുടെ കൃഷിക്കൊപ്പം കളമശ്ശേരി സമിതി, അവരാണ് ഇത്. നമുക്ക് എപ്പോഴും സമയം കിട്ടില്ലല്ലോ, അതിന് മുൻകൈ കൊണ്ടുപോകും. ചിലർ ചോദിക്കുക, കുറേ കൂടി ഇവിടെ നമുക്ക് സമയം കിട്ടിയെങ്കിൽ നമുക്ക് കുറേ കൂടി ചെയ്യാമായിരുന്നല്ലോ എന്ന് നമ്മൾ പലരും ചോദിക്കും. പക്ഷേ നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്ത് അയച്ചിട്ട്
വ്യവസായ മന്ത്രിയായി. വ്യവസായത്തിൽ ഒന്നും നടക്കണില്ലെങ്കിൽ ആളുകൾ ചോദിക്കും, ഇയാളെ ആരാ തെരഞ്ഞെടുത്ത് അയച്ചെന്ന് ചോദിക്കും. നിങ്ങളെ തെരഞ്ഞെടുത്ത് അയക്കുമ്പോൾ കേരളം ഞാൻ മന്ത്രിയാകുമ്പോൾ വ്യവസായത്തിൽ 28ാം സ്ഥാനത്തായിരുന്നു, ഇന്ത്യയിൽ ഏറ്റവും പുറകിൽ. കഴിഞ്ഞ റാങ്കിങ്ങിൽ നമ്മൾ ഇന്ത്യയിൽ 1ാം സ്ഥാനത്തെത്തി. ഇപ്പോഴത്തെ റാങ്കിങ്ങിൽ തുടർച്ചയായി നമ്മൾ 1ാം സ്ഥാനത്തെത്തി. അപ്പം ഞാൻ വോട്ടിന് വന്നപ്പോൾ നിങ്ങളോട് പറഞ്ഞിരുന്നു, എന്നെ തെരഞ്ഞെടുത്തതിൽ നിങ്ങൾക്ക് അഭിമാനം തോന്നാത്തൊരു കാര്യവും ചെയ്യില്ല, നിങ്ങൾക്ക് അഭിമാനം തോന്നുന്ന രൂപത്തിലേ ചെയ്യുള്ളൂ. വലിയ കമ്പനികളൊക്കെ ഇപ്പോൾ കേരളത്തിൽ വരും. ഇപ്പോൾ 10ാം തീയതി നമ്മുടെ കൊച്ചോസോ ചിത്രപ്പിൽ അദ്ദേഹം നന്നായി വ്യവസായത്തിൽ ഇടപെട്ട് പിന്നെ പുറത്തേക്ക് പോയതാണ്. ഇപ്പോൾ വലിയ സംവിധാനമാണ് നമ്മൾ 10ാം തീയതി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് കാക്കനാട്. പെരുമ്പാവൂർ റയോൺസ് പണ്ടത്തെ മാർക്ക് കയറിയായിരുന്നു, പണ്ടത്തെ വലിയ സംവിധാനം, അത് പൊട്ടി തകർന്ന് കിടക്കുകയായിരുന്നു. ഇപ്പോൾ 30 ഏക്കർ നമ്മൾ ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ് കമ്പനി കെയ്ൻസ് ടെക്നോളജി 600 കോടിയുടെ ഇലക്ട്രോണിക്സ് കമ്പനി 11-ന് വൈകുന്നേരം ഞാൻ കല്ലിടാൻ പോവാണ്. അതേപോലെ തന്നെ കോവാക്സിൻ, കോവിഡിന് എല്ലാവരും എടുത്തിട്ടുണ്ടാവുമല്ലോ, അതുണ്ടാക്കുന്ന ഭാരത് ബയോടെക് അവരുടെ 6 മാസം മുമ്പ് അങ്കമാലിയിൽ നമ്മുടെ ടെലിക്കിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്ത് കല്ലിട്ടു, നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിലർ പറയും, ഇവിടെ മന്ത്രി എല്ലാ കല്യാണവും മരണവും മാമോദീസൊന്നും വരുന്നില്ലല്ലോ എന്ന് ചോദിച്ചാൽ, എനിക്ക് ഏറ്റവും എളുപ്പം കൂടെ തന്നെ നിന്ന് നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കലാണ്. പക്ഷേ മറ്റേ ജോലി എനിക്ക് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ മന്ത്രി എന്ന നിലയിൽ. അപ്പം നിങ്ങൾക്കും നാടിനും അഭിമാനിക്കാൻ കഴിയാവുന്ന ജോലി, അത് ഈ രൂപത്തിൽ നമുക്കിവിടെ മാറ്റം വരുത്താൻ കഴിഞ്ഞു. കുന്നുകരയിൽ ഈ പാർക്ക് കൂടി വന്നാൽ, ഫുഡ് പ്രോസസ്സിംഗ് പാർക്ക്, നമുക്ക് ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് തന്നെ ജോലി ചെയ്യാൻ കഴിയും. ഇനി ലോജിസ്റ്റിക് പാർക്കിൻ്റെ വരുന്നുണ്ട്. ഇവിടെ ഉള്ള ആളുകൾക്ക് എങ്ങനെ ജോലി എടുക്കാൻ, അതിനാവശ്യമായി പരിശീലന പദ്ധതികൾ. ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് പാർക്കാണ് 116 കോടിയുടെ TCCയുടെ സ്ഥലത്ത് BPCയിലുമായി ചേർന്ന് MOU ഒപ്പുവെച്ചു, നിർമ്മാണം തുടങ്ങുകയാണ്. ഫ്രീ ആയിട്ടാണ്, കംപ്ലീറ്റ്. നമ്മുടെ കുട്ടികൾക്ക് ഫീസ് ഇല്ല, ഭക്ഷണം ഫ്രീ, യൂണിഫോം ഫ്രീ, താമസം ഫ്രീ. ആ കോഴ്സ് കഴിഞ്ഞാൽ ജോലിയും 99% ഉറപ്പ്. 1% ചിലർ എന്ത് ശ്രമിച്ചാലും പറ്റാത്തവരുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അതിൻ്റെ പൈലറ്റ് നമ്മൾ ഇൻകലിൻ്റെ അവിടെ അങ്കമാലി തുടങ്ങി. ഫുൾ 100% പ്ലേസ്മെൻ്റ് ആയിരുന്നു. ഇത് വലിയ സംവിധാനമാണ്.